മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചർച്ച ഇന്ന് മൂന്നാറിൽ വെച്ച് നടക്കും. മുല്ലപ്പെരിയാറിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന വിഷയത്തിൽ കേന്ദ്ര ജലവിഭവ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ഇന്ന് കേരളവും തമിഴ്നാടും നേർക്കുനേർ ചർച്ച നടത്തും. മൂന്നാറിൽ നടക്കുന്ന ഈ ഉന്നതതല യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും ജലവിഭവ വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് പുതിയ അണക്കെട്ടിലൂടെ സുരക്ഷ എന്ന തങ്ങളുടെ പരമ്പരാഗതമായ ശക്തമായ നിലപാട് കേരളം യോഗത്തിൽ ഔദ്യോഗികമായി അറിയിക്കും. കേന്ദ്ര ജലവിഭവ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി എംപിയുടെ നേതൃത്വത്തിലാണ് ഈ നിർണായക ചർച്ചകൾ നടക്കുക. കമ്മിറ്റി അംഗങ്ങളായ എംപിമാരായ ജെബി മേത്തർ, ഡീൻ കുര്യാക്കോസ് എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന് അധികാരത്തിലെത്തിയ വിജയ് സർക്കാരിന്റെ പുതിയ നയപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ചർച്ച നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനായുള്ള കേരളത്തിന്റെ ശ്രമങ്ങളെ ഏത് വിധേനയും തടയുമെന്നും നിലവിലെ ഡാമിന്റെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താൻ നിയമപരമായ ശ്രമങ്ങൾ നടത്തുമെന്നുമായിരുന്നു വിജയ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് കടുപ്പിച്ച ഈ ഒരു സങ്കീർണമായ പശ്ചാത്തലത്തിലാണ് ഇരു സംസ്ഥാനങ്ങളും ഇന്ന് ചർച്ച നടത്തുക. രാവിലെ 10 മണിയോടെ ചർച്ച ആരംഭിക്കും. മുല്ലപ്പെരിയാറിന് പുറമെ കേന്ദ്ര ജല കമ്മീഷന് കീഴിലുള്ള മറ്റു പ്രൊജക്ടുകളും കേരളം ഇന്ന് ചർച്ച നടത്തും.